കഥ തുടരുന്നു. മക്കളെ സ്ഥിരമായി വിട്ടുകൊടുക്കാൻ സാധ്യമല്ലെന്ന് മാത്രം. അവരെ ഭാഗം വയ്ക്കാനും പറ്റുകയില്ല. അതിനുവേണ്ടി ഷേർലി അവസാന നിമിഷം വരെ പൊരുതുമെന്ന് തീർച്ച. രവീന്ദ്രൻ്റെ പക്ഷത്ത് കൂടിയാലോചനകൾ നടന്നുകൊണ്ടിരുന്നു. രവിയേക്കാൾ ശാഠ്യം ഏട്ടന്മാർക്കും ഏട്ടത്തിമാർക്കുമായിരുന്നു. പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ലട എന്ന് ഏട്ടന്മാർ. വേറെ പെണ്ണിനെ കിട്ടാഞ്ഞിട്ടല്ലോ രവി ഒരു നസ്രാണി പെണ്ണിനെ സ്വീകരിച്ചത്. അവളോടുള്ള സ്നേഹത്തിൻ്റെ പേരിലല്ലേ. ആ പേരിൽ കുടുംബത്തിന് എന്ത് നാണക്കേടുണ്ടായി? പെങ്ങന്മാരില്ലാത്തത് ഭാഗ്യം. ഇല്ലെങ്കിൽ അതുങ്ങളെ കല്യാണം കഴിക്കാൻ സ്വന്തം ജാതിയിൽ നിന്ന് ആണുങ്ങളെ കിട്ടില്ലായിരുന്നു. രവിയുടെ ആ സ്നേഹം മനസ്സിലാക്കാതെയല്ലേ അവൾ സ്വമേധയാ ഇറങ്ങിപ്പോയത്. പോട്ടെ, പുകഞ്ഞ കൊള്ളി പുറത്ത്. പക്ഷേ കുട്ടികളെ വിട്ടുകിട്ടണം. അവർ ഈ തറവാട്ടിലെ കുട്ടികളാണ്. ഏട്ടത്തിയമ്മമാർ തങ്ങൾക്ക് ഷേർലിയോടുണ്ടായിരുന്ന അസൂയയും പിണക്കവും ഇവിടെ പ്രയോജനപ്പെടുത്തി. അമ്മയ്ക്ക് അന്യജാതിക്കാരിയായ മരുമകളോടായിരുന്നു ഏറെ പ്രിയം. തറവാട് രവിക്കായി കൊടുത്തു. സ്വത്തുക്കളിൽ രവിക്കൊപ്പം അവകാശം രവിയുടെ മക്കൾക്ക് നൽകി. അമ്മയുടെ വക ആഭരണങ്ങൾ മുഴുവൻ രവിയുടെ ഒറ്റമകൾ ദേവിയുടെ പേരിൽ ലോക്കറിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അതൊക്കെ വേണമെങ്കിൽ ഷേർലിക്ക് എടുക്കാം, പ്രത്യേകിച്ചും കുട്ടികൾ അവളുടെ കസ്റ്റഡിയിലാണെങ്കിൽ. രവിയുടെ പേരിലുള്ള വസ്തുക്കൾ വിൽക്കണമെങ്കിലും ഷേർലിയുടെ മക്കളുടെ അനുവാദം വേണം. അതുകൊണ്ട് കുട്ടികളെ വിട്ടുകിട്ടേണ്ടതിൻ്റെ ആവശ്യകത അവർ രവിയെ ബോധ്യപ്പെടുത്തി. അവൾ ബുദ്ധിമതിയാ, മൂത്ത ഏടത്തിയമ്മ പറഞ്ഞു. അമ്മയെ ശരിക്കും കയ്യിലെടുത്തു. നോൺ വെജ് കൈക്കൊണ്ട് തൊടില്ല. പാമ്പിങ്കാവിൽ വിളക്ക് വയ്ക്കും. 2 നേരം കുളിക്കും. മാസത്തിൽ 4 ദിവസം പുറത്ത് മാറിയിരിക്കും. ഒരു ക്രിസ്ത്യാനി പെണ്ണ് ഇതൊക്കെ ചെയ്യുന്നു വെച്ചാൽ എന്തിനാത്? സ്വത്ത് അമ്മയുടെ കയ്യിലാണെന്ന് അവൾക്കറിയാം. അക്കാര്യത്തിൽ ഷേർലിയെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. പിരിഞ്ഞ് കഴിയുകയാണെങ്കിലും അനാവശ്യമായി ഷേർലിയുടെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ രവിക്ക് വിഷമമുണ്ടായിരുന്നു. സ്വത്തിനോടൊന്നും അവൾക്കൊരു മോഹവും ഉണ്ടായിരുന്നില്ല. 3 ആങ്ങളമാരുടെ ഒറ്റ പെങ്ങളാ. തീരെ ഗതിയില്ലാത്തവരൊന്നുമല്ല. എന്തും കൊടുക്കാൻ അവർ തയ്യാറാ. പക്ഷേ അവൾ സ്വന്തം വീട്ടിൽ നിന്നും 5 പൈസ വാങ്ങിയിട്ടില്ല. പിന്നെ അമ്മയുടെ തഞ്ചത്തിന് നിന്നത് കുടുംബസമാധാനം നിലനിർത്തുന്നതിനാ, എന്നോടുള്ള സ്നേഹം കൊണ്ടും. അത്ര സ്നേഹമുള്ളവളായിരുന്നെങ്കിൽ ഒരു നിസ്സാര കാര്യത്തിന് രവിയെ വിട്ട് ഇറങ്ങിപ്പോയതോ? രണ്ടാമത്തെ ഏട്ടത്തിയമ്മക്ക് തർക്കിച്ചു. രവി എന്ത് തെറ്റ് ചെയ്തിട്ടാ? കള്ളുകുടിയില്ല, പുകവലിയില്ല, കാശ് അനാവശ്യമായി ചിലവാക്കില്ല, ദുഷിച്ച ചങ്ങാത്തമില്ല, യാതൊരു ചീത്ത ശീലവുമില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഉദ്യോഗമുണ്ട്, കാണാനും മിടുക്കൻ. അപ്പോൾ പിന്നെ എന്താ? അഹങ്കാരം. ഒരു നായർക്കുണ്ടായ കുട്ടിക്ക് ക്രിസ്ത്യൻ പേരിട്ട ആർക്കാ സഹിക്കുക? ഇക്കാര്യത്തിൽ രവി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തോറ്റു കൊടുക്കേണ്ട കാര്യവുമില്ല. വിവാഹമോചനവും നടത്തി കുട്ടികളെയും വിട്ടുതരട്ടെ മൂത്ത ഏട്ടൻ. 6 മാസം കഴിയും മുമ്പ് സ്വജാതിയിൽ നിന്ന് കല്യാണം നടത്തിക്ക് ഞാൻ. കൊച്ചുങ്ങളെ നോക്കാൻ ആൾ വേണ്ടേ? ഇനി കല്യാണമൊന്നും വേണ്ട. രവി മുഖം വെട്ടിത്തിരിച്ചു. അനുഭവിച്ചിടത്തോളം മതി. എടാ മണ്ട, സ്വന്തം ജാതിയിൽ നിന്നൊരു കുട്ടി വന്നാൽ കഴിഞ്ഞതല്ല സ്ഥിതി. നിന്നെ കൊച്ചുങ്ങളെ പൊന്നുപോലെ നോക്കി ഈ വീട്ടിനുള്ളിൽ കഴിയുന്ന ഒരു പെണ്ണു മതി നിനക്ക്. 2ാം വിവാഹം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിനായി നിർബന്ധിക്കുകയൊന്നും വേണ്ട. രവിയുടെ ശബ്ദം ഉറച്ചു. മനസ്സിൽ നിന്ന് അവൻ ഇപ്പോഴും ഷേർലിയെ ഇറക്കി വിട്ടിട്ടില്ലായിരുന്നു. ഒരു ജന്മത്തേക്കുള്ള ബന്ധമല്ല. ഒരു ജന്മം കൊണ്ട് അത് അവസാനിക്കുകയുമില്ല. ഷേർലിയെ തിരിച്ചു കൊണ്ടുവരുന്നതിനായിരുന്നു രവീന്ദ്രൻ കോടതിയെ ആശ്രയിച്ചത്. കുട്ടികളെ വേണമെന്ന് വാശി പിടിച്ചതും. തികച്ചും അന്യരെ പോലെ 2 വണ്ടികളിൽ രവീന്ദ്രൻ നായരും ഷേർലിയും കോടതിയിലെത്തി. രവിയോടൊപ്പം ഏട്ടന്മാർ 2 പേരും. ഷേർലിയോടൊപ്പം ഉണ്ടായിരുന്നതും മൂത്ത സഹോദരന്മാരായ സാബുവും റോണിയുമായിരുന്നു. അകലെ നിന്ന് രവിയും ഷേർലിയും പരസ്പരം നോക്കി. തിടുക്കത്തിൽ ഷേർലി മുഖം തിരിച്ചു. പക്ഷേ ആ നെഞ്ച് കരയുകയായിരുന്നു. തങ്ങളുടെ കിടക്കറയായിരുന്നു അവളുടെ ഓർമ്മയിൽ. അന്തിക്കുളി ശീലിപ്പിച്ചത് രവിയേട്ടനാണ്. വൈകുന്നേരം കുളിച്ചാൽ മുടി ഉണങ്ങിക്കിട്ടാൻ പ്രയാസമാണ്. അതിന് വഴിയുണ്ടെന്ന് രവിയേട്ടൻ പറഞ്ഞപ്പോൾ ഹെയർ ഡ്രയർ വാങ്ങിക്കൊണ്ടുവരുമെന്നാണ് വിചാരിച്ചത്. കൊണ്ടുവന്നത് ഒരു മൺചട്ടിയും പുകയ്ക്കാനുള്ള എന്തോ സുഗന്ധമരുന്നുമാണ്. കിടക്കറയിൽ നിന്നും പുക വരുന്നത് കണ്ട് പരിഭ്രാന്തിയായി അമ്മ ഓടിയെത്തിയപ്പോൾ രവിയേട്ടൻ തൻ്റെ മുടി ഉണക്കുകയാണ്. വാലിട്ട് കണ്ണെഴുതാനും സിന്ദൂരപ്പൊട്ട് അണിയാനും ശീലിപ്പിച്ചതും രവിയേട്ടനാണ്. ആദ്യം നാണക്കേടായിരുന്നു. എൻ്റെ പെൺസങ്കല്പം ഇതാ, താനിത് ചെയ്തേ പറ്റൂ. രവിയേട്ടന് വാശി. ഇപ്പോൾ കുളി കഴിഞ്ഞാൽ കണ്ണിൽ മഷി എഴുതാതിരിക്കാൻ പറ്റുന്നില്ല. പഴയ തരം നായർ പെൺകുടി ആക്കാനുള്ള ശ്രമമായിരുന്നു രവിയേട്ടൻ്റേത്. എന്നാലും കണ്ണെഴുതിയില്ലെങ്കിൽ ഷേർലി രവിയുടേതല്ലാതാവുകയാണെന്ന ഭയം. ഷേർലി രവിയുടേതല്ലെന്ന് ഭാവിക്കാനേ കഴിയൂ. കാരണം രവിയെ ഓർക്കാത്ത ഒരു നിമിഷമില്ല ഷേർലിക്ക്. പിരിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത്രമാത്രമാണ് താൻ ആ മനുഷ്യനെ സ്നേഹിച്ചതെന്ന്. പക്ഷേ ഇനി മടക്കമില്ല. ഓർത്തോർത്ത് കരയാനും നീറി മരിക്കാനുമാണ് വിധി. ഷേർലി മുഖം വെട്ടിത്തിരിക്കുന്നത് കണ്ടപ്പോൾ ചാട്ട കൊണ്ട് ആരോ അടിച്ചതുപോലെ രവിക്ക് തോന്നി. ഒപ്പം മുന്നിലൊരു തിരശ്ശീല വീണു. അതിനപ്പുറം തൻ്റെ പെണ്ണ് ഇല്ലാതാവുന്നു. തനിക്ക് ഷേർലി നഷ്ടമാവുന്നു. തൻ്റെ ജീവിതം തരിശാവുന്നു. ഷേർലി ഇല്ലാതെ മക്കളെ കിട്ടുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? എങ്കിലും മുന്നോട്ട് പോകാതെ പറ്റില്ല. കോടതിയിൽ വച്ചെങ്കിലും ദർശനഭാഗ്യം ഉണ്ടാവുമല്ലോ. എൻ്റെ മക്കൾ രവീന്ദ്രൻ നായരുടേതല്ലെന്ന് ഷേർലി കോടതിയിൽ വാദിക്കുമോ എന്ന് രവിക്ക് ഭയമുണ്ടായിരുന്നു. സ്വയം അപമാനിച്ചാലും ശത്രുവിനെ തോൽപ്പിക്കാമല്ലോ. പക്ഷേ ഷേർലി അങ്ങനെ പറഞ്ഞില്ല. രവീന്ദ്രൻ നായരെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കുപോലും അവളിൽ നിന്ന് പുറത്തു വന്നില്ല.
രവിയേട്ടൻ എന്ന് തന്നെയാണ് ഷേർലി കോടതിയിലും ഉച്ചരിച്ചത്. ആ ഒരു വാക്കിൽ രവിയുടെ നെഞ്ച് വിങ്ങിപ്പൊട്ടി. ഇല്ല, തന്നെ അവൾ നെഞ്ചിൽ നിന്നും പിഴുതെറിഞ്ഞിട്ടില്ല. ഇനിയും അദ്ദേഹത്തോട് ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കതിനാവുകയുമില്ല. കാരണം കോടതിയെ ബോധിപ്പിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അവൾ പറഞ്ഞത്. ഏട്ടന്മാർ രവിയെ നോക്കി. രണ്ടാമത്തെ ഏട്ടൻ ശബ്ദം താഴ്ത്തി അയാളുടെ കാതിൽ പറയുകയും ചെയ്തു. കാരണം അവളുടെ അഹങ്കാരമാ. പിന്നെ എങ്ങനെയാ കോടതിയിൽ പറയുന്നത്? സ്വന്തം ഊഴം വന്നപ്പോൾ രവി പറഞ്ഞത് കോടതിയെ അത്ഭുതപ്പെടുത്തി. എല്ലാ രീതിയിലും എൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്ന ഭാര്യയെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അവൾ കുട്ടികളോടൊന്നിച്ച് എൻ്റെ ഒപ്പം വന്ന് താമസിക്കണമെന്ന് മാത്രമേ എനിക്ക് ഡിമാൻഡുള്ളൂ. മിസ്സസ് ഷേർലി എന്ത് പറയുന്നു? കോടതിയുടെ അന്വേഷണം. ഒരിക്കലും ആ ഡിമാൻഡ് നടക്കില്ല. ഒരിക്കലും ഒരിക്കലും. മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് ഷേർലി പൊട്ടിക്കരഞ്ഞു. ഷേർലിയുടെ മറുപടി സാബുവിന് ഇഷ്ടമായി. ഒറ്റപ്പെങ്ങളാണ് അവൾ. ഇനി രവീന്ദ്രൻ നായരോടൊപ്പം പോകരുതെന്ന് സാബുവിന് നിർബന്ധമുണ്ടായിരുന്നു. അത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഷേർലിക്ക് 3 മക്കളുണ്ടെങ്കിലും അവരെ വളർത്തി ഓരോ കരയ്ക്ക് എത്തിക്കാമെന്ന് സാബുവിന് വിശ്വാസമുണ്ടായിരുന്നു. പോരെങ്കിൽ ഷേർലിക്ക് ജോലിയുമുണ്ട്. റോണിയാണെങ്കിൽ വിവാഹത്തിലൊന്നും താല്പര്യമില്ലാതെ ഒറ്റയാനായി നിൽക്കുന്നു. ഷേർലിക്ക് അവനൊരു തുണയായിരിക്കും. ഒരു പെൺകുഞ്ഞുണ്ടെങ്കിലും അത് വളർന്ന് വിവാഹപ്രായം എത്തുമ്പോഴേക്കും ഷേർലിക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ സമയം കിട്ടും. ഷേർലിയുടെ ഷെയർ അതേപടി കിടക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് അവൾക്ക് ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. 3 കുഞ്ഞുങ്ങളുണ്ട്. അവരെയും നോക്കി ഇനി മുൻപോട്ട് പോയാൽ മതിയല്ലോ. അതിന് ഒരു ഭർത്താവ് അത്യാവശ്യമൊന്നുമില്ല. സാബു ശരിക്കും പ്രായോഗിക ബുദ്ധിയോടെയാണ് കാര്യങ്ങൾ കണക്ക് കൂട്ടുന്നത്. അയാൾക്ക് ബിസിനസ്സുണ്ട്, ഭാര്യയ്ക്ക് ജോലിയും. ആഴ്ചയിലൊരിക്കലേ 2 പേർക്ക് ഒന്നിച്ചു കൂടാൻ കഴിയാറുള്ളൂ. അതിലൊന്നും സാബുവിന് യാതൊരു പ്രയാസവുമില്ല. നല്ല സമ്പാദ്യം വേണം. മറ്റുള്ളവരുടെ കണ്ണിൽ മാന്യനായി ജീവിക്കണം. കോടതിയിൽ നീ പതറുമെന്നാണ് ഞാൻ വിചാരിച്ചത്, കാറിൽ മടങ്ങുമ്പോൾ സാബു ഷേർലിയോട് പറഞ്ഞു. പക്ഷേ എൻ്റെ മോള് ബുദ്ധിപൂർവ്വം മറുപടി നൽകി. ഒരു കാര്യത്തിലേ എനിക്ക് നിന്നോട് വിരോധമുള്ളൂ. അവൻ നിന്നെയിട്ട് പീഡിപ്പിച്ചതെന്നും കോടതിയിൽ നീ പറഞ്ഞില്ല. ഇളയ കൊച്ചിന് നിൻ്റെ അപ്പൻ്റെ പേരിടണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് പിണങ്ങി പോരേണ്ടി വന്നതെന്ന് തുറന്നടിക്കാമായിരുന്നു. കോടതിയുടെ സിമ്പതി നിൻ്റെ അടുത്തോട്ട് പോരും. അവൻ്റെ പന്നത്തരം വെളിപ്പെടുകയും ചെയ്യും. നാണം കെടുത്തണമായിരുന്നു ആ ചെറ്റയെ. ഷേർലിക്ക് ആ സംസാരം ഇഷ്ടമായില്ല. അവളുടെ മുഖം കറുത്തു. ഏതായാലും ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. അതിനി മാറ്റമൊന്നുമില്ല എന്ന് വെച്ച് ഞങ്ങൾ പരസ്പരം ചെളി വാരി എറിയണമെന്നുണ്ടോ? അതുകൊണ്ട് എനിക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ വല്ല നേട്ടവുമുണ്ടോ? ആ ചോദ്യത്തിന് മുന്നിൽ സാബുവിന് ഉത്തരം മുട്ടി. വഴക്കിട്ട് പിരിയുമ്പോഴും നമുക്ക് നമ്മുടെ മാന്യതയും അന്തസ്സും സൂക്ഷിക്കാനാവോ ചായ? എല്ലാറ്റിനുമുപരി എൻ്റെ കൊച്ചുങ്ങളുടെ അച്ഛനാ അദ്ദേഹം. പുള്ളിക്കാരനെ ഞാൻ അപമാനിക്കുന്നത് എൻ്റെ കൊച്ചുങ്ങൾക്കും അപമാനമാണ്. പിന്നെ ഷേർലിയുടെ തൊണ്ട ഇടറി. തെറ്റുകാരനാണേലും എന്നെ വേദനിപ്പിച്ചവനാണേലും രവിയേട്ടനെ വെറുക്കാൻ എനിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. മനഃപൂർവ്വമാണ് അദ്ദേഹം എന്നെ വേദനിപ്പിച്ചതെന്ന് പറയാനും എനിക്കാവില്ല. ആ ഇടുങ്ങിയ മനസ്സാ ഇതിനെല്ലാം കാരണം, സ്നേഹമില്ലായ്മയല്ല. ഇപ്പോഴും അവൻ നിനക്ക് സ്വന്തം. പുല്ലുപോലെ അവൻ വലിച്ചെറിഞ്ഞപ്പം 2 കൈ നീട്ടി സ്വീകരിച്ച ഞങ്ങൾ അന്യരും. അല്ലേലും ഇതാ ക്രിസ്ത്യാനി പെണ്ണുങ്ങളുടെ പതിവ്. കെട്ടിക്കഴിഞ്ഞോ പിന്നെ അവർക്ക് കെട്ടിയവനും മക്കളുമേയുള്ളൂ. അപ്പനും അമ്മയും കൂടപ്പിറപ്പുകളും അന്യർ, സാബു പറഞ്ഞു. സങ്കടത്തിനും ഷേർലി ചിരിച്ചുപോയി. അതല്ലയോ അച്ചായന് നല്ലത്. സാബു ചായൻ്റെ സീനായും ക്രിസ്ത്യാനി പെണ്ണ് തന്നെയല്ലോ. സ്വത്തിൻ്റെ കാര്യത്തിൽ ആങ്ങളമാർക്കെതിരെ കേസ് കൊടുത്തപ്പം സീന നിന്നത് സാബു ചായൻ്റെ ഒപ്പമല്ലേ? ഇല്ലായിരുന്നാലേ സാബു ചായൻ തോൽക്കത്തില്ലായിരുന്നോ? സാബു വീണ്ടും നിശബ്ദനായി. രവീന്ദ്രൻ്റെ ഡിമാൻഡ് നടക്കില്ല എന്നാണ് ഷേർലി പറഞ്ഞതെങ്കിലും കോടതിക്ക് ആ ദമ്പതികളുടെ കാര്യത്തിൽ പ്രതീക്ഷയായിരുന്നു. പിണങ്ങിപ്പിരിഞ്ഞ് 2 ചേരിയിലായി നിൽക്കുമ്പോഴും രണ്ടാൾക്കും പരസ്പര ബഹുമാനമുണ്ട്. ആരും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പരാതികൾ ചുരുക്കം. ഭാര്യ ഒപ്പം താമസിക്കുന്നില്ല എന്നേയുള്ളൂ രവീന്ദ്രൻ്റെ പരാതി. അത് സാധ്യമല്ല എന്ന് പറയുമ്പോഴും രവീന്ദ്രനെതിരെ ആരോപണങ്ങളൊന്നും ഷേർലി ഉന്നയിക്കുന്നില്ല. ക്ഷണികമായ ദുരഭിമാന പ്രശ്നത്തിൽ പിരിഞ്ഞുവെങ്കിലും പരസ്പരം അഗാധമായി സ്നേഹിക്കുന്ന ഒരു പുരുഷനെയും സ്ത്രീയെയുമാണ് അവരിൽ കോടതി കണ്ടത്. അവരെ അകറ്റാനായിരുന്നില്ല, ഒത്തുതീർപ്പിലൂടെ പൊരുത്തപ്പെടുത്താനായിരുന്നു കോടതിയുടെ ശ്രമം. ആ കുട്ടികളും കോടതിയുടെ അലിവ് നേടി. ആരിലും കൗതുകമുണർത്തുന്ന ഓമനകൾ. അവർക്ക് അച്ഛനെയും അമ്മയെയും വേണം. ആ കൊച്ചു കുടുംബത്തിൽ സ്നേഹവും സന്തോഷവും അലയടിക്കണം. അതുകൊണ്ട് കേസ് തീരുമാനമാകാതെ നീണ്ടു. വിവാഹമോചനത്തിന് ഭാര്യ തയ്യാർ, പക്ഷേ കുട്ടികളെ വിട്ടുകൊടുക്കില്ല. ഭർത്താവിന് ഭാര്യയുമായി യോജിക്കണമെന്നുണ്ട്. ഇല്ലെങ്കിൽ കുട്ടികളെ തിരിച്ചു കിട്ടണം. തൻ്റെ കുട്ടികളെ തന്നിൽ നിന്നും പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്ന ഭർത്താവിനോട് ഒത്തുതീർപ്പിനില്ലെന്ന് ഷേർലി. കുട്ടികളെ ഷേർലി എടുത്തുകൊള്ളട്ടെ എന്ന് രവീന്ദ്രൻ സമ്മതിച്ചാൽ ഷേർലിയുടെ മനോഭാവത്തിൽ അയവ് സംഭവിക്കാം. പക്ഷേ കുട്ടികളെ വിട്ടുകൊടുക്കാൻ രവീന്ദ്രൻ തയ്യാറല്ല. രവീന്ദ്രനേക്കാൾ വാശി ഏട്ടന്മാർക്കായിരുന്നു. എടാ, പെണ്ണുങ്ങൾ എപ്പോഴും നമ്മുടെ താഴെ നിൽക്കണം. ഏത് ജാതിയിലുള്ള പെണ്ണായാലും അവരുടെ മുന്നിൽ ഒരിക്കൽ തോറ്റുകൊടുത്തോ അതൊരു മഹാ തോൽവിയായിരിക്കും. 3 കുട്ടികളുള്ള തള്ളയായ അവൾ നിന്നെ ഉപേക്ഷിച്ചിട്ട് എവിടെ പോയി ജീവിക്കാനാ? ആങ്ങളമാരുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കുടുംബവും പ്രാരബ്ധവും ഉണ്ടാവില്ലേ?
ചെയ്തത് തോന്നിയാസ്യമാണെന്ന് മനസ്സിലാക്കി അവൾ താനെ തിരിച്ചു വരും. അതുവരെ നീ തൻ്റെ ഇടമായി നിൽക്കണം, മൂത്ത ഏട്ടൻ ഉപദേശിച്ചു. പക്ഷേ ഏട്ടാ, എൻ്റെ കുട്ടികൾ, അവരുടെ ജീവിതം ശിഥിലമാവില്ലേ? മാത്രവുമല്ല, അവരെ കാണാതെ എനിക്കും ജീവിക്കാനാവില്ല. നഷ്ടപ്പെട്ടപ്പോഴാണ് ആ നഷ്ടത്തിൻ്റെ വലിപ്പം എനിക്ക് ബോധ്യമാവുന്നത്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല രവി, രണ്ടാമത്തെ ഏട്ടൻ രവീന്ദ്രനെ ആശ്വസിപ്പിച്ചു. കേസിൽ നീയേ ജയിക്കുകയുള്ളൂ, നോക്കിക്കോ. അവൾ സ്വയം ഇറങ്ങിപ്പോയതല്ലേ? കോംപ്രമൈസിന് തയ്യാറല്ലാത്തത് അവളല്ലേ? തെറ്റ് എൻ്റെ പക്ഷത്തല്ലേ ഏട്ടാ? രവീന്ദ്രൻ ചോദിച്ചു. അവൾ എൻ്റെ പിന്നാലെ വരികയില്ലായിരുന്നു. ഞാൻ അവളുടെ പിന്നാലെ ചെന്ന് ഈ ബന്ധത്തിൽ കുരുക്കുകയായിരുന്നു. ആവുന്നത്ര ഒഴിഞ്ഞു മാറിയതാണവൾ. കുട്ടികളിൽ ഒരാൾക്ക് പപ്പയുടെ പേര് നൽകി പ്രായശ്ചിത്തം ചെയ്യാനുള്ള അവളുടെ ആഗ്രഹത്തെ നിഷേധിച്ചതും എൻ്റെ തെറ്റാണ്. അന്നേരത്തെ അവസ്ഥയിൽ ഞാൻ സ്വാർത്ഥനായി. അവളുടെ വികാരത്തെ അതേ അർത്ഥത്തിലും ആഴത്തിലും മനസ്സിലാക്കാനും എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ഞാനാണ്. രവി ഇത്ര വിഡ്ഢിയായി പോയല്ലോ, മൂത്ത ഏട്ടത്തിയമ്മ രവിയെ പരിഹസിച്ചു. ആണുങ്ങളുടെ പക്ഷത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ തന്നെ പൊറുക്കേണ്ടത് പെണ്ണുങ്ങളല്ലേ? ഞങ്ങളും പെണ്ണുങ്ങളാ. വിദ്യാഭ്യാസവും കുടുംബമഹിമയും എല്ലാമുണ്ട്. എന്നിട്ടും എത്ര സഹിച്ചും പുറത്തുമാ മുന്നോട്ട് പോകുന്നതെന്നറിയാമോ? രവി പുച്ഛത്തിൽ ഏട്ടത്തിയമ്മയെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞിരുന്നു. സഹിച്ചും പുറത്തും മുന്നോട്ട് പോകുന്ന ഏട്ടത്തിയമ്മയുടെ തനിനിറം അയാൾക്കറിയാമായിരുന്നു. ഏട്ടന്മാരോടും കുട്ടികളോടും ഒന്നിച്ച് കഴിയാൻ അമ്മയ്ക്ക് നല്ല കൊതിയുണ്ടായിരുന്നു. വീട് വിട്ട് പോകാനും വയ്യ. എന്നാൽ ഈ രണ്ട് ഏട്ടത്തിമാരും ഒരു പകലിനപ്പുറം വീട്ടിൽ വന്ന് നിൽക്കില്ലായിരുന്നു. ശുദ്ധം ആചരിക്കാൻ അവർക്ക് വയ്യ. മീൻ വറുത്തതോ ചിക്കനോ ഇല്ലാതെ ചോറിറങ്ങില്ല. വീട്ടിലെ സാഹചര്യം വിരുദ്ധമാണല്ലോ. എന്നാലും അമ്മയുടെ സന്തോഷത്തിനു വേണ്ടി 2 നാൾ വീട്ടിൽ താമസിക്കാനുള്ള കാരുണ്യം അവർ കാണിച്ചിട്ടില്ല. മൂത്ത ഏട്ടത്തിയമ്മയ്ക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കും മുൻപേ കിടക്കച്ചായ കിട്ടണം. ഉച്ചനേരത്തെ കുളിക്കൂ. നേരം പുലരുന്നതിന് മുമ്പേ കുളിച്ചിരിക്കണം എന്നാണ് അമ്മയുടെ ചിട്ട. കുളിക്കാതെ വീട്ടിലാരും പച്ചവെള്ളം കുടിക്കാൻ പാടില്ല. വിവാഹിതയായി എത്തി 3 നാൾ തികയും മുമ്പേ ഈ ഏട്ടത്തിയമ്മ അത് നിഷേധിച്ചു. അമ്മ അറിയാതെ ചായ ഉണ്ടാക്കി കുടിച്ചു. ഒരു നാൾ അമ്മ അത് കണ്ടുപിടിച്ച് ചോദ്യം ചെയ്തു. ഇതുപോലൊരു ജയിലിൽ കഴിയാൻ അമ്മയുടെ മോൻ്റെ ഭാര്യയായി എന്നതൊഴിച്ച് തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് അന്ന് തന്നെ ഏട്ടത്തിയമ്മ ഏട്ടനെയും കൂട്ടി സ്ഥലം വിട്ടു. മൂത്ത ഏട്ടത്തിയമ്മയുടെ മറ്റൊരു പകർപ്പായിരുന്നു അടുത്ത ആൾ. എന്നാൽ ക്രിസ്ത്യാനി പെണ്ണായ ഷേർലി അമ്മയുടെ ചിട്ടകളെല്ലാം അക്ഷരം പ്രതി പാലിച്ചു. ഒരുപക്ഷെ കടുത്ത വേദനയോട് കൂടി തന്നെ. എന്നാൽ ഒരനിഷ്ടവും അവൾ ഭാവിച്ചില്ല. അമ്മയുടെ ചിട്ടകളോടുള്ള ആദരവ് കൊണ്ടല്ല, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തതെന്നറിയാം. അതിനു പിന്നിൽ തന്നോടുള്ള അളവറ്റ സ്നേഹമായിരുന്നു. പകരം തനിക്കും അവൾ ജീവനായിരുന്നു. പക്ഷേ അവളുടെ ഒരു ചെറിയ ആഗ്രഹം പോലും സാധിപ്പിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കാൻ തനിക്കായില്ല. മനഃപൂർവ്വമല്ല, സഹജമായ ഹൃദയ ദൗർബല്യം മൂലം. ഷേർലി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതോടെ ഏട്ടന്മാരും ഏട്ടത്തിയമ്മമാരും മക്കളും കൂടെ കൂടെ സന്ദർശനത്തിന് എത്തിത്തുടങ്ങി. തങ്ങളെ ഒരിക്കലും ഒന്നിപ്പിക്കരുതെന്നാണ് അവരുടെ ഉദ്ദേശമെന്ന് രവിക്കിപ്പോൾ വ്യക്തമായി. അയാൾ മാനസികമായി തകരുകയായിരുന്നു. ഷേർലിയൊന്ന് തനിച്ചു കാണാനും സംസാരിക്കാനും രവിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് മാപ്പ് പറയാൻ പോലും അയാൾ സന്നദ്ധനായിരുന്നു. ഒരിക്കൽ പോസ്റ്റ് ഓഫീസിലെത്തി രവി. ഷേർലി കൗണ്ടറിലായിരുന്നില്ല, അകത്ത് ഒരു ടേബിളിനരികിലായിരുന്നു. ഷേർലിയെ കാണണമെന്ന് അയാൾ കൗണ്ടറിലുണ്ടായിരുന്ന ചെറുപ്പക്കാരനെ അറിയിച്ചു. അയാൾ ഷേർലിക്ക് വിവരം നൽകി. കോടതിയിൽ വെച്ച് കാണാമെന്നായിരുന്നു ഷേർലി മറുപടി പറഞ്ഞയച്ചത്. അവൾ കണ്ണീർ തുടയ്ക്കുന്നത് രവി കണ്ടു. എന്നാൽ അയാൾ നിന്നിരുന്ന ഭാഗത്തേക്ക് ഒരിക്കൽ കൂടി നോക്കാൻ അവൾ സന്നദ്ധയായില്ല. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ സാബു അവളെ ശകാരിച്ചു. രവി പോസ്റ്റ് ഓഫീസിലെത്തിയ വിവരം ആരോ സാബുവിനെ അറിയിച്ചിരുന്നു. അയാൾ ഫോണിൽ വിളിച്ച് രവിയെക്കുറെ ചീത്ത പറയുകയും ചെയ്തു. അഭിമാനമുണ്ടെങ്കിൽ കോടതിയിൽ വെച്ച് കാണാമെടാ. പിന്നാലെ നടന്ന് ഇനിയും അവളെ ബ്രെയിൻ വാഷ് ചെയ്യാമെന്ന് നീ വിചാരിക്കേണ്ട. രവീന്ദ്രൻ തീർത്തും തളർന്നുപോയി. ഷേർലി സഹോദരനോട് പരാതിപ്പെട്ടിരിക്കാം എന്ന് അയാൾ ഊഹിച്ചു. കാരണം സാബുവിൻ്റെ പ്രതികരണവും ഷേർലിയുടെ മറുപടിയും തമ്മിൽ പൊരുത്തമുണ്ടായിരുന്നു. കോടതിയിൽ വെച്ചേ പിന്നീട് അവർ കണ്ടിരുന്നുള്ളൂ. രവി നന്നേ ക്ഷീണിച്ചു പോയി എന്ന് ഷേർലിക്ക് മനസ്സിലായി. ആ കൺതടങ്ങളിൽ കറുപ്പ് ബാധിച്ചിരിക്കുന്നു. കവിളുകളൊട്ടി മുഖത്തിൻ്റെ നിറം മങ്ങി മറ്റൊരാളിൽ നിന്ന് തോന്നിക്കും വിധം മാറിയിരിക്കുന്നു. ഭംഗിയായും വൃത്തിയായും ഒരുങ്ങി വേഷം കെട്ടി നടന്നിരുന്നവനാണ് രവി. ഇപ്പോൾ വിയർപ്പിൽ നനഞ്ഞതും മുഷിഞ്ഞതുമായ വേഷമാണ്. ഷർട്ടിന് ഇസ്തിരിയില്ല. മുടി അശ്രദ്ധമായി മുഖത്തേക്ക് പറന്നു കിടക്കുന്നു. ഷേർലിയെ അയാൾ പഴയപടി ശ്രദ്ധിക്കാറേയില്ല. തന്നെ വെറുക്കുന്ന ഒരു വ്യക്തിയുടെ ഭാവചലനങ്ങൾ ഷേർലിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തോറ്റുകൊടുത്താലോ എന്ന് പലവട്ടം അവൾ ആലോചിച്ചതാണ്. പക്ഷേ സാബുച്ചായനെ അവൾക്ക് ഭയമായിരുന്നു. ഇനിയും നീ എന്നെ നിഷേധിച്ചാൽ ഞാനത് സഹിക്കില്ല. പിന്നെ നിനക്കും കുഞ്ഞുങ്ങൾക്കും സാബുച്ചായനെ എന്നല്ല ഈ കുടുംബത്തിൽ ആരും ഉണ്ടായിരിക്കില്ല. ആരും വേണ്ട എന്ന് വയ്ക്കാൻ അവൾ തയ്യാറായിരുന്നു. എന്നാൽ തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ സ്വയം നിയന്ത്രിച്ചു. 3ാമത് തവണ കോടതിയിൽ വെച്ച് കണ്ടപ്പോൾ രവി താടി വളർത്തിയിരുന്നു. മുടിയിലും താടിയിലും അകലെ നിന്ന് വ്യക്തമാവും വിധം നരച്ച രോമങ്ങൾ. 35 തികഞ്ഞിട്ടില്ലെന്ന് ഷേർലിക്കറിയാം. കാഴ്ചയിൽ പ്രായം ചെന്ന ഒരാളെ പോലെ. രവിയേട്ടന് തന്നോടും കുഞ്ഞുങ്ങളോടുമുള്ള സ്നേഹം അവൾക്ക് ഉറപ്പായി. വിവാഹമോചനത്തിന് താൻ സന്നദ്ധയായിരുന്നു.
വേണമെങ്കിൽ തന്നെ ഒഴിവാക്കിയിട്ട് രവിയേട്ടന് വേറെ വിവാഹം ചെയ്യാം. അതിന് ധൈര്യമുള്ള ഒരാൾ ഒരിക്കലും ഈ പരുവത്തിലെത്തില്ല. എന്നാൽ കോടതിയിൽ വച്ച് രവീന്ദ്രൻ ഷേർലിയെ ശക്തിയായി നിഷേധിച്ചു. അവൾ നിന്നിരുന്ന ഭാഗത്തേക്ക് ഒരിക്കൽ പോലും ആ നോട്ടം എത്തിയില്ല. എനിക്കിനി ഭാര്യ വേണ്ട, പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വേണം. മാത്രമല്ല, ദയവ് ചെയ്ത് കോടതി എത്രയും നേരത്തെ ഒരു തീർപ്പുണ്ടാക്കി എന്നെ സഹായിക്കുകയും വേണം. ഷേർലി നടുങ്ങിപ്പോയി. രവിയേട്ടൻ തന്നെ വെറുത്തുവോ? ആ ഹൃദയത്തിൽ നിന്നും പുറത്താക്കിയോ? അതോ വെറുപ്പ് അഭിനയിക്കുകയാണോ? എതിർത്ത് നിൽക്കുമ്പോഴും ഷേർലിയുടെ നെഞ്ചിനുള്ളിൽ രവീന്ദ്രൻ ഉണ്ടായിരുന്നു. അയാളെ ഓർത്ത് അവൾ രാത്രികളിൽ ശബ്ദമില്ലാതെ കരയുകയായിരുന്നു. കോടതിയിൽ നിന്ന് മടങ്ങുമ്പോൾ ഷേർലി സാബുവിനോട് പറഞ്ഞു, തോറ്റു കൊടുത്താലൊന്ന് ആലോചിക്കുകയാണ് ഞാൻ. ഭ്രാന്തുണ്ടോടി നിനക്ക്? സാബു പൊട്ടിത്തെറിച്ചു. വിജയസാധ്യത തെളിഞ്ഞു വരുമ്പോൾ തോറ്റു കൊടുക്കാൻ? ഞാൻ തളർന്നു സാബുച്ചായ. ഷേർലി പൊട്ടിക്കരഞ്ഞു. അവൻ തളർന്നില്ലല്ലോടി. നിന്നെ വേണ്ടെന്ന് എത്ര തൻ്റെടമായ കോടതിയിൽ പറഞ്ഞത്. പക്ഷേ ഞാനിപ്പോഴും എൻ്റെ രവിയേട്ടനെ സ്നേഹിക്കുന്നുണ്ട് ചായ. സാബു ഷേർലിയെ അടിച്ചു. മാനം കെടുത്തു നീ തോറ്റാൽ തോൽക്കുന്നത് ഞങ്ങളാ. നോക്ക്, പടിവരെ ചുമന്നിട്ട് കലമുടയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ വേണ്ടെന്ന് അവൻ പറഞ്ഞത് വേറെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. വേറെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ കുട്ടികളെ ആവശ്യപ്പെടുമോ? കുട്ടികൾ ഇനിയും ഉണ്ടാകത്തില്ലേ? പിന്നെന്തിനാ അവൻ നിന്നെ വേണ്ടെന്ന് പറഞ്ഞത്? എന്നെ തോൽപ്പിക്കാൻ. കുട്ടികളെ ഞാൻ വിട്ടുകൊടുക്കില്ലെന്നറിയാം. അപ്പോൾ ഞാൻ തോറ്റു കൊടുക്കുമല്ലോ എന്നുള്ള വിചാരമാണ്. എന്തിനും കേസിൻ്റെ വിധി വരട്ടെ, അതുവരെ ക്ഷമിക്ക്. റോണി അവളെ സമാധാനിപ്പിച്ചു. അടുത്ത തവണ രവീന്ദ്രൻ നായർ കോടതിയിൽ ഹാജരായതേയില്ല. ഷേർലിക്ക് തളർച്ച തോന്നി. കേസ് കൊടുത്തത് രവിയേട്ടനായിരുന്നു. ജയിക്കണമെന്ന് വാശിയും അദ്ദേഹത്തിനായിരുന്നു. ഒരു കളിപ്പാട്ടമായി നിന്നു കൊടുത്തതേയുള്ളൂ ഷേർലി. കുട്ടികളെ വിട്ടുകൊടുക്കില്ലെന്നും ഒപ്പം ചെന്ന് താമസിക്കില്ലെന്നും മാത്രമേ അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നുള്ളൂ. രവിയേട്ടനോട് അവൾക്ക് വിരോധമുണ്ടായിരുന്നില്ല. വിവാഹമോചനവും ആഗ്രഹിച്ചില്ല. ഇപ്പോൾ കേസും അടുത്തുവോ രവിയേട്ടന്? അതോ വല്ല സുഖമില്ലായ്മയും എന്തുകൊണ്ടാണോ കോടതിയിൽ വരാതിരുന്നത്? അങ്ങനെ ചിന്തിച്ചപ്പോൾ ഷേർലിയുടെ നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു നൊമ്പര അനുഭവപ്പെട്ടു. കോടതിയിൽ രണ്ടു പക്ഷമായി നിന്ന് സ്വന്തം ന്യായത്തിനു വേണ്ടി വാദിച്ചപ്പോഴും ഷേർലിക്ക് അറിയാമായിരുന്നു താൻ രവീന്ദ്രൻ നായരുടേതാണെന്ന്. മാനസികമായി താൻ ആ മനുഷ്യൻ്റെ അടിമയാണ്. അടിമയ്ക്ക് അഭിമാനമില്ല, അനുസരണയേയുള്ളൂ. ലോകം കാണുന്ന ഷേർലി എന്ന ബാഹ്യരൂപത്തിലാണ് അഭിമാനവും വാശിയും താൻ പൊരുമയും ഉള്ളത്. രവിയേട്ടനിലും അങ്ങനെ രണ്ടു ഭാഗം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഷേർലിക്ക് അറിയാമായിരുന്നു. പുറം കാഴ്ചയിലുള്ള രവീന്ദ്രൻ നായർ എന്ന സ്നേഹധനായ ഭർത്താവും മക്കളെ ജീവനായി കരുതുന്ന അച്ഛനും ഉരുകി ഇല്ലാതാവുകയാണ്. ഓരോ തവണ കോടതിയിൽ വെച്ച് കാണുമ്പോഴും ഒന്നിനൊന്ന് ക്ഷീണിച്ചു വരികയായിരുന്നു രവിയേട്ടൻ. ആ മുഖം കാണുമ്പോൾ തോറ്റു കൊടുത്തേക്കാമെന്ന് അവൾ വിചാരിക്കും. എന്നാൽ വാശിയിൽ മുഖം തിരിച്ചുകൊണ്ടുള്ള നിലയും മനഃപൂർവ്വമായ അവഗണനയും താൽക്കാലികമായെങ്കിലും ചുണ്ടി ഉണർത്തും. എന്തുകൊണ്ടാണ് അയാൾ കോടതിയിൽ വരാതിരുന്നതെന്ന് ആരായാൻ ഷേർലിക്ക് ആരും ഉണ്ടായിരുന്നില്ല. രവിയുടെ സഹോദരന്മാരും കോടതിയിൽ എത്തിയിരുന്നാൽ പോലും പകയോടെയേ തന്നെ വീക്ഷിക്കൂ എന്ന് ഷേർലിക്കറിയാം. തൻ്റെ പക്ഷത്തുള്ളവരാണെങ്കിൽ രവിയേട്ടൻ്റെ ശത്രുക്കളാണ്. റോണിച്ചായന് മാത്രമാണ് അല്പം സഹാനുഭൂതിയുള്ളത്. എന്നാൽ റോണിച്ചിനോട് പോലും രവിയെക്കുറിച്ച് അന്വേഷിക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായില്ല. മൂത്ത മക്കൾ ഇടയ്ക്കിടെ അവളോട് അച്ഛനെക്കുറിച്ച് തിരക്കും. അച്ഛൻ വരും എന്നാണ് ഷേർലി മറുപടി നൽകിയിരുന്നത്. എന്നാ വരിക? ഒരിക്കൽ യദു എടുത്തു ചോദിച്ചു. അച്ഛൻ്റെ ജോലി തിരക്കൊക്കെ കഴിയുമ്പോൾ. നമുക്ക് അങ്ങോട്ട് ചെന്ന് അച്ഛനെ കണ്ടാലോ? അടുത്ത ചോദ്യം. എന്തിനാ മോനിപ്പോൾ അച്ഛനെ കാണുന്നത്? മോന് എന്ത് വേണമെങ്കിലും അമ്മ വാങ്ങിച്ചു തരില്ലേ? എനിക്ക് അച്ഛനെ കണ്ടാൽ മതി. വാശിയിലായിരുന്നു അവൻ്റെ മറുപടി. ഷേർലി എല്ലാ നിലയിലും ചെകുത്താനും കടലിനും ഇടയിലായിരുന്നു. മക്കൾക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും നൽകുന്നുണ്ട്. കളിപ്പാട്ടങ്ങളടക്കം എന്ത് ആവശ്യങ്ങൾ പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും. ടൗണിലെ നല്ല സ്കൂളിലാണ് അയക്കുന്നത്. ഒന്നിച്ചുള്ള സമയത്ത് സ്നേഹം കൊണ്ട് അവരെ വീർപ്പ് മുട്ടിക്കാറുണ്ട്. ഇതൊക്കെയായാലും അച്ഛൻ എന്ന അധികാവശ്യം അവർ വിസ്മരിക്കാൻ തയ്യാറല്ല. മറ്റൊരു ജന്തുവിനും ഇത് പ്രശ്നമല്ല. മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് മാത്രം അച്ഛൻ അത്യാവശ്യ ഘടകമാണ്. മക്കളെയും റാഞ്ചിക്കൊണ്ട് കൂടുവിട്ട് പറന്നു പോകുന്ന ഏത് അമ്മയും ഓർക്കേണ്ട സത്യം. അച്ഛനെ ഭയക്കുകയും എതിർക്കുകയും ആ കണ്ണത്തിരുത്തു നിന്നും ഓടി അകലുകയും ചെയ്യുന്ന മക്കളുണ്ടാവാം. പക്ഷേ തൻ്റെ മക്കൾ ഒരിക്കലും അച്ഛനെ നിഷേധിക്കില്ല. ഒരു പക്ഷേ കോടതിയുടെ വിധി മക്കളുടെ ദിനങ്ങൾ അച്ഛനും അമ്മയും കൂടി വീതിച്ചെടുക്കുക എന്നാവും. കുറച്ച് ദിവസങ്ങൾ അവർ അച്ഛനോടൊപ്പവും ബാക്കി ദിവസങ്ങൾ അവർ അമ്മയോടൊപ്പവും. അച്ഛനായി നീക്കിവയ്ക്കപ്പെട്ട ദിവസങ്ങൾ താനെങ്ങനെ തൻ്റെ മക്കളെ കാണാതെ കഴിയും? ഷേർലി പോൾ എന്ന സാധു സ്ത്രീ അടിയറവ് പറയേണ്ടി വരിക അവിടെയാണ്. മക്കളെയും കൊണ്ട് അവരുടെ അച്ഛൻ തന്നിൽ നിന്നും അകന്നു പോവുക 2-3 ദിവസത്തേക്കാകാം. ഒരു രാത്രിയെങ്കിലും അതിനിടയിൽ ഉണ്ടാവാതിരിക്കില്ല. മക്കളില്ലാത്തൊരു രാത്രി. ഓർത്തപ്പോൾ തന്നെ ഷേർലിക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. ആ രാത്രിയിൽ താനൊരു പക്ഷേ ആത്മഹത്യ ചെയ്തേക്കാം. അല്ലെങ്കിൽ രവിയേട്ടൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറയേണ്ടി വന്നേക്കാം. ഭീതിയോടെയാണ് ഷേർലി അടുത്ത പ്രാവശ്യം കോടതിയിലെത്തിയത്. ഒരു പക്ഷേ വിചാരണ അവസാനിക്കുകയാവാം. കാറിൽ നിന്നും കോടതി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേ അവൾ അറിഞ്ഞു രവീന്ദ്രൻ നായർ അന്നും ഹാജരായിട്ടില്ലെന്ന്. അവൻ മനഃപൂർവ്വം കേസ് നീട്ടിക്കൊണ്ടു പോവുക, സാബു പറഞ്ഞു. നമ്മുടെ തൊഴിലും കുടുംബങ്ങളൊക്കെ ഉള്ളവരാ. ആകുന്ന കാലം മുഴുവൻ കോടതി കയറിയിറങ്ങാൻ പറ്റില്ല.
തിരികെ വീട്ടിലെത്തിയപ്പോൾ റോണി പറഞ്ഞു, അടുത്ത തവണ നമ്മൾ ഹാജരാവാതിരുന്നാലോ? കുട്ടിയെ വിട്ടുകിട്ടേണ്ടത് രവിക്കല്ലേ? അയാൾ കോടതിയിലല്ല, ഇവിടെ വരട്ടെ. ഭാര്യയുടെയും മക്കളുടെയും വിളിച്ചുകൊണ്ട് പോകട്ടെ. വിളിച്ചുകൊണ്ട് പോകാൻ വന്നാൽ കൂടെ പോകാൻ ആരിയിരിക്കുന്നു? സാബു ചോദിച്ചു. അവളിനി പോകുന്നില്ലെന്നല്ലേ പറയുന്നത്? പോകില്ലെന്ന് അവൾ പറയുന്നില്ല. പോകരുതെന്ന് സാബുചായനാ നിർബന്ധം. സത്യത്തിൽ ആദ്യം തോന്നിയ വാശിയൊക്കെ എനിക്ക് തീർന്നു, റോണി പറഞ്ഞു. എന്നുവച്ചാ? സാബു റോണിയെ നോക്കി. വേർപിരിഞ്ഞു കഴിഞ്ഞ് അവർ രണ്ടുപേരും നശിക്കുക, ഈ കൊച്ചുങ്ങളെ നശിപ്പിക്കുക. രവിയെ കണ്ടാൽ അറിയാമായിരുന്നു അയാൾ അനുഭവിക്കുന്ന മനപ്രയാസം. ഇവളോ ദിവസം ഒരു നേരം ആഹാരം കഴിക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുവോ? കിഴവികളുടെ മാതിരിയായില്ലേ? റോണി ചോദിച്ചു. സാബു മെല്ലെ ഷേർലിയുടെ നേർക്ക് തിരിഞ്ഞു. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, നീ എന്തുവാടി പട്ടിണി കിടക്കുന്നുണ്ടോ? ഷേർലിയുടെ മുഖം കുനിഞ്ഞു. ജീവിക്കണമെന്ന ആശയുണ്ടെങ്കിൽ പോരെ? ഞാനൊറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. സാബു ഷേർലിയുടെ നേർക്ക് പാഞ്ഞു ചെന്നു. ഇവളുടെ വർത്തമാനം കേട്ടാൽ ബാക്കിയുള്ളവരെ ഏതാണ്ട് ചെയ്തതാണെന്ന് തോന്നും. ഒക്കെ അവളെ ഒപ്പിച്ചതാ. അവളുടെ ഇഷ്ടപ്രകാരം കയറി വന്നു. വേറെ വല്ല ആങ്ങളുമാരുമായിരുന്നാൽ പടിക്കകത്ത് കയറ്റത്തിലായിരുന്നു. സാബുചായനൊന്നും മിണ്ടാതിരുന്നൂടെ? വീട്ടിലുണ്ടായിരുന്ന സീന സാബുവിനോട് കയർത്തു. എന്തിനു സാബുചായൻ എടുത്തു ചാടും? അതാ സകല പ്രശ്നത്തിനും കാരണം. ഷേർലി സ്വന്തം ഇഷ്ടപ്രകാരം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. പോകണമെങ്കിൽ പോകട്ടെ, നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ. സ്ത്രീധനം ഒന്നും കൊടുത്തയച്ചതല്ലോ. ഷേർലിയുടെ അവകാശം ഇവിടെ തന്നെയുണ്ടല്ലോ. ഭാര്യ ഇടപെട്ടതോടെ സാബു നിശബ്ദനായി. ഷേർലി അനുഭവിക്കുന്ന പ്രയാസം എനിക്ക് ഊഹിക്കാൻ കഴിയും, സീന തുടർന്നു. നിങ്ങളെല്ലാവരും കരുതും പോലെ ഒരു തെറ്റും അവൾ ചെയ്തിട്ടില്ല. അമ്മയായാലും ആങ്ങളമാരായാലും തരം പോലെ അവളെ കുത്തി നോവിക്കുന്നതേയുള്ളൂ. അത് ശരിയല്ല. നമ്മളെങ്കിലും അവൾക്ക് സ്വൈര്യം കൊടുക്കണം. അത് ശരിയാ, സുനിൽ പറഞ്ഞു. സാബുചായന എപ്പോഴും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഷേർലി പിണങ്ങി വന്നപ്പോൾ ഇനി പോകണ്ടെന്ന് പറഞ്ഞ് അവളെ ഇവിടെ പിടിച്ചു നിർത്തി. ഞാൻ പിന്നെ എന്തോ ചെയ്യണമായിരുന്നടാ? സാബു വീണ്ടും ചൂടായി. അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമായിരുന്നോ? അവൾ പോയി വല്ല കടുകൈ ചെയ്താലോ? അന്നേരം കുറ്റം എൻ്റെ തലയിൽ ചാരാമല്ലോ, ഇല്ലേ? കഴിഞ്ഞത് കഴിഞ്ഞു, സുനിൽ പറഞ്ഞു. രവി വന്ന് വിളിക്കുകയും ഷേർലിക്ക് മനസ്സാവുകയും ചെയ്താൽ അവൾ അങ്ങ് പോകട്ടെ. അവൾ പോയിക്കോട്ടെ, എനിക്കൊരു തടസ്സവുമില്ല. സാബു അകത്തേക്ക് കയറിപ്പോയി. സുനിലിന് സന്തോഷവുമായി. സുനിൽ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടുകയും കല്യാണം ഏറെക്കുറെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. വിവാഹിതരായ സഹോദരി ഭർത്താവുമായി പിണങ്ങി കുഞ്ഞുങ്ങളോടൊപ്പം വീട്ടിൽ വന്ന് നിൽക്കുന്നെന്ന് പെൺവീട്ടുകാർ അറിയുന്നതിൽ സുനിലിന് അപമാനമുണ്ടായിരുന്നു. വധു സമ്പന്നയാണ്, വലിയ കുടുംബക്കാരിയും. ഇങ്ങനെയൊരു ബന്ധം ഒത്തുകിട്ടിയത് ഭാഗ്യമായാണ് സുനിൽ കരുതുന്നത്. അത് തട്ടിത്തെറിച്ചു പോകുന്നത് അവന് സഹിക്കില്ല. ഭാര്യ ഭർത്താവിൻ്റെ ഒപ്പമാണ് താമസിക്കേണ്ടത്, ആങ്ങളമാരോടൊപ്പമല്ല എന്ന് 1-2 വട്ടം സൂചിപ്പിക്കുകയും ചെയ്തു. എല്ലാവരുടെയും ഉദ്ദേശം ഷേർലിക്ക് ഏറെക്കുറെ പിടികിട്ടി. സാബുചായന് വാശിയും ദുരഭിമാനവുമാണ് വലുത്. സുനിച്ചായന് സ്വന്തം ജീവിതവും. മകളുടെ ഭാവി തകർന്നതിൽ മമ്മിക്ക് മാത്രമാണ് തീരാത്ത വേദന. മമ്മി പക്ഷേ ഇപ്പോഴൊന്നും പറയാറില്ല. പരാതി മുഴുവൻ കർത്താവിലാണ് സമർപ്പിക്കുന്നത്. റോണിച്ചായ നിഷ്പക്ഷമായി നിൽക്കുന്നു. താൻ എന്ത് തീരുമാനം എടുക്കുന്നോ അതിനു വഴങ്ങാൻ തയ്യാർ. ഇലയ്ക്ക് മുള്ളിന് കേടുവരരുതെന്ന പക്ഷക്കാരൻ. കുട്ടികളെയും കൊണ്ട് തിരിച്ചു പോകാൻ താൻ തയ്യാറാണെങ്കിൽ അതിനും സമ്മതം. അതാണ് ഷേർലിക്കും വിഷമം. ഇനി സ്വേച്ഛപ്രകാരം തിരിച്ചു പോകാൻ വയ്യ. ഒന്നുകിൽ രവിയേട്ടൻ വന്ന് വിളിക്കണം, അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ നിന്നും നിർബന്ധം ഉണ്ടാകണം. വാശിയും പിണക്കവും അവസാനിച്ചത് കൊണ്ടല്ല തിരിച്ചു പോയേക്കാമെന്ന് വിചാരിക്കുന്നത്. കുട്ടികളുടെ സങ്കടം, രവിയേട്ടൻ്റെ ക്ഷീണിച്ച ശരീരം. ആര് ജയിച്ചാലും ഇപ്പോൾ നഷ്ടം തനിക്കാണ്. അല്ലെങ്കിലും രവിയേട്ടനെ ഇല്ലാതാക്കിയിട്ട് ഷേർലിക്ക് ജയിക്കേണ്ട. രവിയേട്ടനില്ലാത്ത ഒരു ലോകം ഷേർലിക്ക് വേണ്ട. രവിയേട്ടന് എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഷേർലി നടുങ്ങുന്നു, തകരുന്നു. ടൗൺ പോസ്റ്റ് ഓഫീസിൽ നിന്നും ഷേർലിക്ക് മാറ്റമായിരുന്നു. തൊട്ടടുത്തുള്ള വില്ലേജ് പോസ്റ്റ് ഓഫീസിലേക്ക്. ഒരു തരം നാടുകടത്തൽ പോലെയാണ് അവൾക്കത് അനുഭവപ്പെട്ടത്. പരിചയമുള്ള ആരെയും കാണാനില്ല. 2 ബസ്സുകൾ കയറിയിറങ്ങി വേണം സ്ഥലത്തെത്തുവാൻ. ഗ്രാമീണ പോസ്റ്റ് മിസ്ട്രസ്സായിരുന്നു അവൾ. 2 പോസ്റ്റ്മാന്മാരും ഒരു ED ജീവനക്കാരനും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പോസ്റ്റ്മാന്മാരിൽ ഒരാളായ വിജയൻ രവിയേട്ടൻ്റെ നാട്ടുകാരനാണെന്ന് ഷേർലിക്ക് മനസ്സിലായത്. വിജയൻ തന്നെയാണ് അക്കാര്യം ഷേർലിയെ അറിയിച്ചത്. കൂട്ടത്തിൽ മറ്റൊരു കാര്യവും പറഞ്ഞു. രവി സാർ എന്തോ അസുഖമായി ആശുപത്രിയിലാണെന്ന് കേട്ടു. സാരമില്ലെന്നറിഞ്ഞത്. തിരികെ വീട്ടിലെത്തിയോന്ന് നിശ്ചയമില്ല. ഏതായാലും കഴിഞ്ഞാഴ്ച ഞാൻ അതുവഴി പോയപ്പോൾ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഷേർലിയുടെ നെഞ്ചിനുള്ളിൽ കോളിളക്കം. സാരമില്ല എന്ന് വിജയൻ പറഞ്ഞത് ഷേർലിയെ സമാധാനിപ്പിച്ചില്ല. 2 വട്ടം രവിയേട്ടൻ കോടതിയിൽ എത്താതിരുന്നതിൻ്റെ കാരണം അവൾക്ക് വ്യക്തമായി. ഷേർലിക്ക് സങ്കടം പറയാനും സഹായം അഭ്യർത്ഥിക്കാനുള്ള ആൾ റോണിയായിരുന്നു. റോണി പക്ഷേ ഒഫീഷ്യൽ ടൂറിലായിരുന്നു. ഷേർലി വല്ലാതെ വേവാൻ തുടങ്ങി. ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയാലോ എന്ന് അവൾ പലകുറി ആലോചിച്ചു. കുട്ടികളെയും കൊണ്ട് പോകാം. അച്ഛനെ കാണാൻ അവർക്ക് കൊതിയുണ്ട്. ഇനിയും അഭിമാനം എന്ന വെറും തോന്നലിൽ പിടിച്ചു തൂങ്ങുവാൻ അവൾക്ക് വയ്യായിരുന്നു. ഒരു മനുഷ്യനേക്കാൾ വലുതല്ല മനുഷ്യൻ്റെ മിഥ്യാഭിമാനം. അവൾ വീട്ടിലെത്തിയപ്പോൾ അറിഞ്ഞു രവീന്ദ്രൻ്റെ ഏട്ടൻ കാറുമായി കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവാൻ വീട്ടിൽ എത്തിയിരുന്നുവെന്ന്. അവർക്ക് കുട്ടികളെ മതി, കുട്ടികളുടെ അമ്മയെ വേണ്ട. ഞങ്ങൾ കൊടുത്തുവിട്ടില്ല, സാബു പറഞ്ഞു.
രവിയാണ് വന്നിരുന്നെങ്കിൽ കൊടുത്തുവിടുന്നതിനെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചേനെ. ഇതിപ്പോൾ അവൻ്റെ ഏട്ടനാണ്. സ്വത്തിനു വേണ്ടി കുട്ടികളെ കൊണ്ടുപോയി വല്ല അപകടപ്പെടുത്താനുമായിരുന്നെങ്കിലോ? ഞാനും കുട്ടികളും കൂടി ഒന്ന് പോയാലോ? ഷേർലി ചോദിച്ചു. പോണമെങ്കിൽ പോയിക്കോ. റോണിങ് വരട്ടെ. നിന്നെ കൊച്ചുങ്ങളെയും തനിച്ചു വിടാൻ പറ്റില്ല. അവരുടെ പ്രതികരണം എന്താണെന്ന് അറിയില്ലല്ലോ. റോണി ടൂർ കഴിഞ്ഞെത്തിയത് സുനിലിൻ്റെയും പൊൻകുന്നംകാരി അനിലയുടെയും വിളിച്ചു ചൊല്ലലിന് 3-4 നാളുള്ളപ്പോഴാണ്. ഇനി ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് പോകാം മോളെ, ഗ്രേസമ്മ പറഞ്ഞു. സീനയ്ക്ക് ലീവില്ല. അത്യാവശ്യം ഒരുക്കമൊക്കെ വേണ്ടേ? നീ ലീവ് എടുത്ത് നിൽക്ക്. കൊച്ചുങ്ങളുടെ കാര്യം ഇവിടുത്തെ പണിയും കൂടി എനിക്ക് തന്നെ വയ്യ. ഷേർലിക്ക് വഴങ്ങേണ്ടി വന്നു. മനസ്സ് ചോദ്യത്തിൻ്റെ പിറ്റേന്നായിരുന്നു കോടതിയിലെ വിചാരണ. അവിടെ വെച്ച് രവീന്ദ്രനെ കണ്ടില്ലെങ്കിൽ നേരെ ആശുപത്രിയിലേക്ക് പോകാമെന്ന് ഷേർലി തീരുമാനിച്ചു. അന്നു രവീന്ദ്രൻ നായർ കോടതിയിൽ ഹാജരായില്ല. പക്ഷേ അയാളിൽ നിന്നും ഒരു സന്ദേശം എത്തിയിരുന്നു. ഞാൻ ഈ കേസ് പിൻവലിക്കുന്നു. എൻ്റെ കുട്ടികളുടെ അവകാശം അവരുടെ അമ്മയ്ക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നു. കഥ തുടരും.